ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായി നമ്മൾ എറിഞ്ഞു കളയുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നറിയാമോ? അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ സ്കിൻ കെയർ പായ്ക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ചിരണ്ടി മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തെ പച്ച നിറത്തിലുള്ള മുള്ളു പോലുള്ള ഭാഗം നമ്മൾ ചെത്തിക്കളയുന്നുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സിനുള്ളതിനേക്കാൾ കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും ഇതിൻ്റെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മകോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും കേട്ടോ. ചർമ്മത്തിലെ ചുളിവുകളും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളും കുറച്ച് ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റിയും ചെറുപ്പവും നൽകാൻ ഇത് വളരെ മികച്ചതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും കരിവാളിപ്പും മാറ്റാനും ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കും. വരണ്ട ചർമ്മമുള്ളവർക്ക് നല്ലൊരു പ്രകൃതിദത്തമായ മോയ്സ്ചറൈസറായി ഇത് പ്രവർത്തിക്കുകയും ചർമ്മം നല്ല സോഫ്റ്റ് ആകാൻ സഹായിക്കുകയും ചെയ്യും. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരുവും അതുമൂലമുണ്ടാകുന്ന ചുവപ്പ് നീക്കം ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ അല്പം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ തേൻ ചേർത്ത് കൊടുക്കാം, അതേപോലെ റോസ് വാട്ടറും ചേർത്തൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ തൈര് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത നമ്മുടെ പേസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ ഈ പായ്ക്ക് എൻ്റെ കയ്യിലിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇടുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം ഫേസിലും അതേപോലെ തന്നെ നമ്മളുടെ കഴുത്തിലും ഒക്കെ ഒരേ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ ചർമ്മത്തിന് നല്ലൊരു മാറ്റവും തിളക്കവും അനുഭവപ്പെടുന്നത് കാണാം കേട്ടോ. ആഴ്ചയിൽ 1-2 തവണ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കണ്ടില്ലേ, നമ്മൾ കളയുന്ന സാധനം വെച്ച് എത്ര എളുപ്പത്തിലാണ് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയതെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് ലൈഫ് സ്റ്റൈൽ ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് വഴി അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.